അവന്റെ അതിപരിസമായി നാം വാഴ്ത്തപ്പെടണം. ഈ നല്ല സമയത്ത് ഓർത്ത് ദൈവത്തെ സ്തുതിക്കുകയും വാഴ്ത്തുകയും ചെയ്യുന്നു. വിവിധ സ്ഥലങ്ങളിലും രാജ്യങ്ങളുമായിരുന്ന ദൈവത്തിന്റെ വചനം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ വിലയേറിയ നാമത്തിന്റെ സ്നേഹവന്ദനം. അല്പസമയത്തെ ദൈവനെ ചിന്തയ്ക്കായി ദൈവത്തിന്റെ ഭാഗം വായിക്കുന്നു. എസ്കേൽ പ്രവാചകന്റെ പുസ്തകം 22-ാം അധ്യായം 30-ാമത്തെ വാക്യം. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവി നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. പ്രൈസലോ. വളരെ അനുഗ്രഹിക്കപ്പെട്ട നല്ല തിരുവഴുത്തിനെ ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കർത്താവിന് ആ കാലഘട്ടത്തിലും ഈ സഭാ കാലഘട്ടത്തിലും കൃപായുഗത്തിലും കർത്താവിന് പറയുവാനുള്ളതും നമ്മോട് ആവശ്യപ്പെടുന്നതും ഇതുതന്നെയാണ്. ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവി നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല. പ്രൈസലോ. കർത്താവ് തരുന്ന ഒരു പ്രാർത്ഥന വിഷയമായതും. പ്രൈസലോ. നമ്മളോട് പറയുക, അല്ലെ, ദേശത്തിന് ഇടിവി നിൽക്കുവാൻ ഒരു പുരുഷനെ വേണമെന്ന്, അല്ലേ? അപ്പൊ ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവിൻ എന്നതാണ് ഒരു ഭക്തന്റെ കടമ എന്ന് പറയുന്നത്. ഒരു ദേശത്ത് പാപം പെരുകുമ്പോൾ, അല്ലേ, ആ ദേശം നാശത്തിന് കാരണമായി തീരും. കർത്താവിന്റെ കോപാഗ്നിക്ക് നേരെയായി മാറും. പ്രൈസലോ. അല്ലേ. നീതി ജാതിയെ ഉയർത്തുന്നു, പാപമോ വംശങ്ങൾക്ക് അപമാനമെന്ന് സദൃശ്യവാക്യം 14-ാം അധ്യായം 34-ാം വാക്യം പറയുന്നത്. പ്രൈസലോ. ചില പാപങ്ങൾ മരണത്തിന് കാരണമാണ്, ചില പാപങ്ങൾ ആകാശത്തോളം എത്തുന്നു. പാപത്തിന് വ്യത്യസ്ത സ്വഭാവ ഗുണങ്ങളുണ്ട്. ചിലത് മരണം, ചിലത് ആകാശത്തോളം എത്തി ദൈവത്തിന്റെ ന്യായവിധിക്ക് കാരണമാകും. അങ്ങനെ ആ കാലഘട്ടത്തിൽ പാപം മനുഷ്യന്റെ ഇടയിൽ പെരുകി. ഹല്ലേലൂയ. യെരൂശലേമിന്മേലുള്ള കുറ്റാരോപണത്തെയാണ് പ്രവാചകൻ ഈ അധ്യായത്തിലൂടെ ചൂണ്ടിക്കാണിക്കുന്നത്. അപ്പൊ യെരൂശലേമിലെ പുരോഹിതന്മാരും കള്ളപ്രവാചകന്മാരും സാമാന്യ ജനങ്ങളുമെല്ലാം പാപപങ്കിലമായ ജീവിതം നയിച്ചതിന്റെ ഫലമായി അവരുടെ മേൽ വരുവാൻ പോകുന്ന ലജ്ജാകരമായ ഹല്ലേലൂയ ശിക്ഷാവിധിയാണ് ഈ അധ്യായത്തിൽ പ്രവാചകൻ വെളിപ്പെടുത്തുന്നത്. സ്തോത്രം. ദൈവത്തിന്റെ മുൻ അരുളപ്പാടുകളെ കുറിച്ചുള്ള സൂചനകളിൽ ഇത് കാണാൻ കഴിയും. 1, രക്തഭങ്കിലമായ നഗരത്തിന്റെ പാപങ്ങൾ. 2, ഉരയിലിട്ടുരുക്കുന്ന ഇസ്രായേൽ. 3, പ്രവാചകന്മാർ, പുരോഹിതന്മാർ, പ്രഭുക്കന്മാർ എന്നിവരുടെ മേലുള്ള ഹല്ലേലൂയ കുറ്റാരോപണം. ഇങ്ങനെ വ്യത്യസ്ത നിലയിൽ ജനം പാപത്തിൽ വീണ് കിടക്കുകയാണ്. ഇന്നും ഇതേ നിലയിലുള്ള പാപത്താലാണ് നമ്മുടെ കേരളം, ഭാരതം, ലോക രാജ്യങ്ങൾ കടന്നു പോകുന്നത്. ദൈവത്തിന് പോലും പൊറുക്കുവാൻ കഴിയാത്ത, ക്ഷമിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള ദൈവം അറയ്ക്കുന്ന പാപങ്ങളാണ് മനുഷ്യൻ ജീവിതത്തിൽ ചെയ്തു കൂട്ടുന്നത്. ഭവനത്തിനകത്തു തൊട്ട് നടക്കുന്ന ദൈവം വെറുക്കുന്ന പാപങ്ങളെ അത് ദേശത്ത് മുഴുവൻ വ്യാപരിച്ചിരുന്ന ഭരണ സംവിധാനങ്ങളിലും അധികാരികളിലും പാപം പെരുകി നീതിന്യായ കോടതി പോലും നീതിന്യായം നടത്തുവാൻ കഴിയാത്ത വിധത്തിൽ നീതിപീഠങ്ങളെ മറിച്ചു കളയുന്ന രാക്ഷസകുലങ്ങൾ എഴുന്നേറ്റ് കഴിഞ്ഞു. പ്രൈസലോ. ഇന്ന് നീതി നടപ്പാക്കാൻ പറ്റത്തില്ല. നീതി നടപ്പാക്കാൻ വേണ്ടി ക്രമസമാധാന പാലന രംഗത്ത് ശക്തിയോടെ പ്രവർത്തിക്കാൻ വേണ്ടി ഓരോ രാജ്യങ്ങളും പോലീസിനെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാൽ നമ്മുടെ കേരളത്തിന്റെ സ്ഥിതി, ഇന്ത്യയുടെ സ്ഥിതി എന്താണ്? കേരള പോലീസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ പോലീസ് എന്ന് പറഞ്ഞാൽ നീതിന്യായം നടത്തുവാൻ കഴിയാതെ ഗുണ്ടകൾ അവരുടെ മേൽ മെക്കിട്ട് കയറുന്ന അനുഭവം ഇപ്പം കാണുന്നത്. എന്ത് പറഞ്ഞാലും പോലീസ് എന്ത് പറഞ്ഞാലും അവരുടെ മേൽ ആക്രോശത്തെ കയറി അവരെ അട്ടിക്കുക, ഇടിക്കുക, തൊഴിക്കുക, ചീത്ത വിളിക്കുക. അവർ നിയമ നടപടി, നീതിന്യായ പ്രവൃത്തി എന്തെങ്കിലും ചെയ്താൽ അവർക്ക് അന്നേരം സസ്പെൻഷൻ കൊടുത്ത് വീട്ടിൽ അല്ലെങ്കിൽ ഡിസ്മിസ് വരെ ചെയ്യുവാനുള്ള സംവിധാനങ്ങൾ ജനം ഒരുങ്ങിക്കെട്ടി, രാഷ്ട്രീയം അതിനു മുമ്പിൽ അങ്ങ് ഒരുങ്ങിയിരിക്കുക. മാലപ്പടക്കം തീ പിടിക്കുന്നത് പോലെ നിയമനിർമ്മാണ രംഗത്തെ തകർക്കുവാൻ വേണ്ടിയിട്ട് ഈ ലോകത്തിന്റെ ദുഷ്ടശക്തികൾ എഴുന്നേറ്റ് കഴിഞ്ഞു. അതുകൊണ്ട് ഇവിടെ നീതി നടപ്പിലാക്കാൻ പറ്റത്തില്ല. അല്ലേ? സ്തോത്രം. ശരിയല്ലേ? നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ പാപം പെരുകി ദേശത്തെ ദൈവം നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി, ആ ദേശം മതിൽ കെട്ടി ഇടിവി നിൽക്കുവാൻ വേണ്ടി ദൈവം ഒരു പുരുഷനെ അന്വേഷിക്കുക അതിന്റെ നിലവില്. അല്ലേ?
ഇവിടെ നമുക്ക് ദൈവത്തിന് വചനം വായിക്കും, ബലഹീനരെ ഹല്ലേലൂയ ആമീൻ തകർക്കുന്ന, ബലഹീനരെ ചൂഷണം ചെയ്യുന്ന കാര്യം നടക്കുന്ന, ബലഹീനരായിരിക്കുന്ന മനുഷ്യരെ ചൂഷണം ചെയ്യുക, പിടിച്ചുപറി, മോഷണം, വ്യഭിചാരം, ബലാത്സംഗം, അത്യാഗ്രഹം, ആമീൻ കൊള്ളപ്പലിശകൾ, ബ്ലേഡ് കമ്പനികൾ എന്ന് വേണ്ട എല്ലാം പെരുകി. അത്രമാത്രം ആമീൻ നമ്മുടെ രാജ്യം തകർന്നുകൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. പാപം പെരുകി. മനുഷ്യന് ദൈവം മുമ്പിൽ നിൽക്കുവാൻ കഴിയാത്ത, തലയുയർത്തി നിൽക്കുവാൻ കഴിയാത്ത വിധം പാപത്തിന്റെ ആ മരണത്തിൽ വീണ് കിടക്കുക. പാപം, മനുഷ്യൻ പാപം വിട്ട് മടങ്ങി വരണം. പ്രൈസലോ. പാപിയായ മനുഷ്യ, ഇന്ന് പകൽ ദൈവത്തിന്റെ ആത്മാവിനോട് പറയുന്ന, നീ പാപങ്ങളെല്ലാം ചെയ്തു കൂട്ടിയിട്ട് പാപത്തിന് വിധേയപ്പെട്ട് ജീവിച്ചിട്ട് നീ ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞ് നീ എത്ര പ്രാർത്ഥിച്ചെന്ന് പറഞ്ഞാലും നിനക്ക് സ്വർഗം കിട്ടത്തില്ല. ഹല്ലേലൂയ. പാപം ചെയ്തിട്ട് പാപത്തെ നീ മറച്ചു വെച്ചിട്ട് ജനത്തിന് മുമ്പിൽ ഭക്തിയുടെ വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് നീ എത്ര മന്ത്രം ജപിച്ചാലും നിന്റെ മന്ത്രവും നിന്റെ ജൽപ്പനവും ഒന്നും ദൈവം കേൾക്കത്തില്ല. നീ പാപി തന്നെയാ. ഹല്ലേലൂയ. ഒരു പാപിക്കും സ്വർഗരാജ്യത്തെ പ്രവേശിക്കാൻ കഴിയില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ല എന്നും ദൈവഭക്തനായത് അവന്റെ ഇഷ്ടം ചെയ്യുന്നവന്റെ പ്രാർത്ഥനയാണ് ദൈവം കേൾക്കുന്നതെന്ന് വിശുദ്ധ വേദപുസ്തകം പുതിയ നിയമത്തിൽ പഠിക്കുന്നുണ്ട്. എന്നെ കർത്താവേ കർത്താവേ എന്ന് വിളിക്കുന്ന ഏവനുമല്ല സ്വർഗസ്നായ പിതാവിന്റെ ഇഷ്ടം ചെയ്യുന്നവനത്രേ ദൈവരാജ്യത്തെ പ്രവേശിക്കുന്നത്. എന്നെ കേൾക്കുന്ന സഹോദര, നിനക്ക് സ്വർഗരാജ്യത്തെ ചെല്ലാൻ കഴിയത്തില്ല. നിന്റെ മതം പഠിപ്പിച്ചാലും, നിന്റെ മത നേതാക്കന്മാർ പഠിപ്പിച്ചാലും, നിന്റെ പാരമ്പര്യം പഠിപ്പിച്ചാലും, നിന്റെ പിതാക്കന്മാർ നിന്നെ പഠിപ്പിച്ചാലും, നീ പാപത്തിൽ വീണ് കിടക്കുന്ന വ്യക്തിയായതുകൊണ്ട് പാപം നിന്റെ മേലിൽ കർത്തൃത്വം നടത്തുന്നതുകൊണ്ട് ദേശത്തിൽ സമൂഹത്തിന്റെ മുമ്പിൽ ഒരുപോലെ നീ കുറ്റവാളിയായി, നിയമത്തിന് മുമ്പിൽ കുറ്റവാളിയായി നിൽക്കുന്ന നീ എത്ര വേഷഭൂഷാദികൾ വിശുദ്ധിയുടെ വേഷനാമം ചമഞ്ഞാലും ദൈവരാജ്യം നിനക്ക് കണ്ടുകൊണ്ട് കാണാൻ പറ്റത്തില്ല. പ്രൈസലോ. നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം. ഹല്ലേലൂയ. അധികാരത്തിന്റെ സീമയിൽ ഇരുന്നുകൊണ്ട്, അധികാരത്തിന്റെ കസയിൽ ഇരുന്നുകൊണ്ട് എന്ത് തോന്നിവാസം പ്രവർത്തിച്ചിട്ട്, എന്ത് ജാടയും കാണിച്ചിട്ട് നീ ദൈവരാജ്യത്തിൽ പോകാമെന്ന് ചിന്തിക്കരുത്. നിന്റെ അധികാരത്തിന്റെ സീമയിൽ ഇരുന്ന്, അധികാരത്തിന്റെ കസയിൽ നിന്ന് ചെയ്തു കൂട്ടിയതിന് മുഴുവൻ നീ ന്യായവിധി നാളിൽ നീ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. ഹല്ലേലൂയ. സ്തോത്രം. പാപത്തെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ച് പാപത്തിന് പരിഹാരം വരുത്തി പാപത്തിന് ശുദ്ധീകരണം വരുത്തണം. രക്തം ചെയ്യണം. അല്ലെങ്കിൽ മനുഷ്യൻ ഈ കാലഘട്ടത്തിൽ നന്മ മാത്രം ആഗ്രഹിക്കുന്നു, അനുഗ്രഹം മാത്രം ആഗ്രഹിക്കുന്നു, സൗഖ്യം മാത്രമാണ് ജനം ആഗ്രഹിക്കുന്നത്. പാപത്തിന് പരിഹാരം വരുത്തുവാനില്ല. ഇന്നത്തെ അനവധി ശുശ്രൂഷകൾ നിങ്ങൾ കണ്ടിട്ടില്ലേ? എവിടെ ദൈവവചനം പ്രസംഗിക്കുന്നു, എവിടെയെല്ലാം ദൈവവചനത്തിന്റെ ശുശ്രൂഷകളുണ്ട്, ഏതെല്ലാം മീറ്റിങ്ങുകളിൽ ദൈവവചനം ശുശ്രൂഷിക്കുവാൻ ദൈവത്താൽ നിയോഗിക്കപ്പെട്ട് അയച്ച ദൈവദാസന്മാരെന്ന് പറയുന്നവർ വന്നു കഴിഞ്ഞാൽ അവർക്ക് പാപത്തെക്കുറിച്ച് പറയുവാൻ സമയമില്ല, രക്ഷയെക്കുറിച്ച് പറയാൻ സമയമില്ല, മാനസാന്തരത്തെക്കുറിച്ച് പറയാൻ സമയമില്ല, വിശുദ്ധി വേർപാടും പറയത്തില്ല. നിന്നെ ഞാനങ്ങ് മുകളിലൂടെ പറപ്പിച്ച് മറ്റൊരു രാജ്യത്ത് കൊണ്ടുപോയി നീ അവിടെ സ്തോത്രം 6 7 നമ്പർ മേടിക്കും എന്നൊക്കെ പറയുന്ന ചില സംവിധാനങ്ങൾ, അല്ലെങ്കിൽ നിന്നെക്കുറിച്ച് ആവശ്യമില്ലാത്ത ദൂത് പറഞ്ഞ് നിന്നെ എരിവ് കയറ്റുവാൻ ഒരുപാട് ആളുകളുണ്ട്. പക്ഷേ നിന്റെ പാപത്തെ ഉണർത്തുവാൻ ഒരുത്തരം കഴിയുന്നില്ല. പ്രൈസലോ. യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ വചനം എന്താണ് സംസാരിക്കുന്നത്? മനുഷ്യന്റെ പാപത്തെ വെളിപ്പെടുത്തി ആ പാപത്തിന് പരിഹാരം വരുത്തി മനുഷ്യൻ ശുദ്ധീകരിക്കപ്പെട്ട് ദൈവസനിലേക്ക് നിർമ്മലീകരിച്ച് നീതിമാനായി വരണമെന്നുള്ളതാണ് വേദപുസ്തകം പഠിപ്പിക്കുന്നതും. വേദപുസ്തക പ്രസംഗങ്ങളെല്ലാം അത് തന്നെ ആയിരിക്കണം. പക്ഷെ ഇന്നത്തെ പ്രസംഗങ്ങളെല്ലാം എന്താണ്? പണത്തിന്റെ മാർഗമാണ്, അല്ലെ അധികാരത്തിന്റെ മാർഗമാണ്, പ്രശംസയുടെ മാർഗങ്ങളാണ്. ഞാനാണ് വലിയവൻ എന്നുള്ള ചിന്തകൾ പലരുടെയും മനസ്സിൽ കടന്നുകൂടിയിട്ട് പണം മുമ്പിൽ പെരുകാൻ തുടങ്ങിയപ്പോൾ, പണം വന്ന് കൂടാൻ തുടങ്ങി കഴിഞ്ഞപ്പോൾ അവർ ദൈവത്തെ മറന്നുപോയി. പല പ്രസംഗകരും ഇന്ന് ജഡത്തിലാണ് പ്രസംഗിക്കുന്നത്. ആത്മാവ് കൊണ്ട് ആരംഭിച്ച് ജഡത്തിൽ അവസാനിച്ചെന്ന് പറഞ്ഞതുപോലെ ആത്മാവിൽ ദൈവം ശുശ്രൂഷ കൊടുത്തു, പക്ഷെ പണം പെരുകി കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു? ജഡത്തിൽ വന്ന് നിൽക്കുക പല പ്രസംഗകരും. അതിൽ ഇന്നത്തെ പ്രസംഗരുടെ രൂപവും ഭാവവും പോസും ഭാവനയും ചിന്തകളും അവരുടെ നിരൂപണങ്ങളുടെ നടപ്പും അവരുടെ ക്രമീകരണം മറ്റുള്ളവരെ കാണുമ്പോൾ അവരുടെ ജാടയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? ലേലിയ എന്താ ജഡത്തിലേക്ക് വന്ന് ആത്മാവ് കൊണ്ട് ആരംഭിച്ചതായിരുന്നു, പക്ഷെ ജഡത്തിലേക്ക് വന്നു കഴിഞ്ഞു. രക്തം ചെയ്യണം. മാനസാന്തരമില്ലാത്തവനാണ് പ്രസംഗിക്കുന്നതിൽ 99%. വെള്ളയുടെ വസ്ത്രം ധരിച്ചു വേഷഭൂഷാദികൾ അണിഞ്ഞുകൊണ്ട് വിശുദ്ധിയെ മുഖമുദ്രയാക്കി നടക്കുന്നുണ്ടെങ്കിലും ഉള്ളിന്റെ ഉള്ളിൽ മാനസാന്തരമില്ലാത്തത് പ്രസംഗിക്കുന്നവരാണ് 99% പ്രീച്ചർമാര്, പ്രസംഗകർ. ഹല്ലേലൂയ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറയല്ലെന്ന. ഹല്ലേലൂയ. രക്തം ചെയ്യും. ഈ പണ്ടത്തെ ആൾക്കാരുണ്ട്, ശർക്കര വെട്ടി കണ്ട കൈയിട്ട് നക്കാത്തവൻ ആരെങ്കിലും ഉണ്ടോ എന്ന് പണ്ടത്തെ
ഒരു കാലമുണ്ട്. പണ്ടൊക്കെ ഞങ്ങളൊക്കെ വളരെ പട്ടിണി ജീവിച്ചൊരു കാലഘട്ടമുണ്ട്. പട്ടിണിയിൽ ഞങ്ങൾക്ക് പറയുന്നത് നാണക്കേടൊന്നും ഇല്ല കേട്ടോ. അങ്ങനെയൊക്കെ ഞങ്ങളുടെ ജീവിതം പുറകോട്ടൊക്കെ നോക്കുന്ന നല്ലതാണ്. ആ കാലഘട്ടത്തിൽ ഈ ശർക്കര എന്നൊക്കെ പറഞ്ഞാൽ കണ്ണുകൊണ്ട് കണ്ടിട്ടില്ല. അന്ന് ഈ പലചരക്കടയിലൊക്കെ ശർക്കര വരുന്ന ഈ പായ അതിനകത്ത് കിട്ടിയ കടക്കാരനത് വിറ്റ് കഴിയുമ്പോഴേ ആ പായ വലിച്ച് എടുത്ത് പുറത്ത് കളയും. അപ്പൊ ഞങ്ങൾ ഈ റോഡിക്കാരൊക്കെ ഇരുമ്പോൾ ഞങ്ങളൊക്കെ എന്ത് ചെയ്ത് പോയിരുന്നാക്കും അല്ലേറിയ ശർക്കര വട്ടി കണ്ട കൈയിട്ട് നക്കാത്താൻ ആരും ഇല്ലെന്ന് പറയാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ അല്ലേറിയ എന്ന് പറഞ്ഞ പോലെ എന്നെ കേൾക്കുന്ന പണം കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും മനുഷ്യന്റെ ഉള്ളിൽ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി അല്ലേറിയ. അവനെന്തോ ആണെന്നുള്ള ചിന്ത. അങ്ങനെ യെരുശലേമിലെ പ്രവാചകന്മാരും പുരോഹിതന്മാരും സകല മനുഷ്യൻ ദുഷ്ടതയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ ദൈവം പ്രവാചകരോട് സംസാരിക്കുകയാണ്, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വേണം അതിന് മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിവി നിൽക്കേണ്ടതിനെ ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനുമെന്ന്. ഇന്നും ദൈവം അന്വേഷിക്കുക, പ്രാർത്ഥിക്കാൻ വേണ്ടി ദേശത്തിന് വേണ്ടി മതിൽ കെട്ടി ഇടിവി നിൽക്കുന്നത് പ്രാർത്ഥിക്കാൻ വേണ്ടി പലരെ അന്വേഷിക്കുക. ഇപ്പൊ നമുക്കറിയാം, നമ്മുടെ അനവധി സംഘടനകൾ പ്രാർത്ഥന ഈ മീറ്റിംഗ് എന്ന് പറഞ്ഞ് നടത്താറുണ്ട്. ഓൺലൈറ്റ് പ്രയർ ഉള്ള പറഞ്ഞ് വ്യാജ പ്രയറാകുന്നത് അല്ലേ. പണ്ടൊക്കെ സത്യസന്ധമായ രീതിയിൽ ഓൺലൈറ്റ് പ്രയർ ദൈവത്തിന്റെ ദാസന്മാർ വൈകിട്ട് 6 മണിക്ക് ആരംഭിച്ച് രാവിലെ 5 മണിക്ക് നടന്ന മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഞാനതിൽ പങ്കെടുത്തിട്ടുണ്ട് അങ്ങനെയുള്ള മീറ്റിങ്ങളിൽ. പക്ഷെ കാലങ്ങൾ കഴിഞ്ഞപ്പോഴത്തേന് എന്ത് ചെയ്തു, ഓൺലൈറ്റ് പ്രയറാണെന്ന് പറഞ്ഞ് വിളിച്ചു ചേർക്കും. എന്നിട്ട് രാത്രി 10 മണിയാകുമ്പോൾ പ്രയർ തുടങ്ങി. അതിനകത്ത് പിന്നെ ആമേലരിയ 2-3 പേരുടെ അഭിപ്രായങ്ങളൊക്കെ പറഞ്ഞു വന്ന് ഒരു 12 മണി ക്ലോസ് ചെയ്യും. രാവിലെ നോക്കും, ഞങ്ങൾ രാത്രി ഓൺലൈറ്റ് പ്രയർ, വ്യാജ പ്രയർ അല്ലേ ലേരിയോ. ഓൺലൈറ്റ് പറയുന്നൊക്കെ പറഞ്ഞാൽ വൈകിട്ട് അല്ലേലിയ അവർ 6 മണിക്ക് തുടങ്ങി ഒരു 9 കോടി വചനശുശ്രൂഷയ്ക്ക് പിന്നെ അങ്ങ് പ്രാർത്ഥിക്കാൻ തുടങ്ങണം. അതൊക്കെ നിന്നുപോയി അല്ലേലിയ. പ്രാർത്ഥന ഇല്ലാതായിപ്പോയി. കുടുംബത്തിനകത്ത് പ്രാർത്ഥന നഷ്ടപ്പെട്ടു, സഭയിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു, വ്യക്തി ജീവിതത്തിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു, പാപം മനുഷ്യന്റെ ഉള്ളിൽ പെരുകി. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ ദൈവം ചിലരെ പ്രാർത്ഥിക്കാൻ വേണ്ടി അന്വേഷിക്കുന്നു. ഈ പ്രാർത്ഥനയുടെ മീറ്റിംഗ് ഒക്കെ വിളിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ പ്രാർത്ഥനയ്ക്ക് ചെന്ന് കഴിഞ്ഞാൽ പ്രാർത്ഥനയെ കുറിച്ച് എന്താണ് പ്രാർത്ഥിക്കുന്നത് പറഞ്ഞു പഠിപ്പിക്കത്തില്ല. വലിയ ഉന്നതന്മാരെ, സഭയുടെ ഉന്നതതലത്തിലിരിക്കുന്നവരെ പ്രാർത്ഥന മീറ്റിങ്ങുകൾ വിളിക്കും അല്ലേ പ്രാർത്ഥനയെ കുറിച്ച് പറയാൻ. അവർ വന്നിട്ട് അബ്രഹാം പ്രാർത്ഥിച്ചു, ഞാൻ ഇന്നലൊക്കെ പറയുന്നുണ്ട്, അബ്രഹാം പ്രാർത്ഥിച്ചു, മോശ പ്രാർത്ഥിച്ചു, യോശുവ പ്രാർത്ഥിച്ചു, നോഹ പ്രാർത്ഥിച്ചു അല്ലേ, ശമൂല് പ്രാർത്ഥിച്ചു, ഹന്ന പ്രാർത്ഥിച്ചു, ഏലിയാവ് പറഞ്ഞൊരു പ്രസംഗം നടത്തി. പക്ഷെ പ്രാർത്ഥനയില്ല, വ്യാജമായി മാറി അല്ലെ, ദൈവത്തെ കബളിപ്പിക്കാൻ തുടങ്ങി. ഇപ്പൊ മനുഷ്യരെല്ലാം പ്രസംഗരും പ്രാർത്ഥനക്കാരും എല്ലാം ദൈവത്തിന് ട്യൂഷൻ എടുത്തുകൊണ്ടിരിക്കുക. എത്ര ലജ്ജാകരമായി പോയല്ലേ വിശ്വാസ ജീവിതം. അത്രമാത്രം പാപം പെരുകി എല്ലാ മേഖലയിലും. ആത്മീയ ഗോളത്തിൽ വലിയ സ്തോത്രം 99% ജനങ്ങൾ പാപത്തിലാണ് ജീവിക്കുന്നത്. നിങ്ങളിനി അല്ലെന്ന് പറഞ്ഞാലും ഒരിക്കലും നിങ്ങൾക്ക് അത് തെളിയിക്കാൻ പറ്റത്തില്ല. കാരണം നിങ്ങൾ 100 പ്രശ്നങ്ങൾ ജനം പറഞ്ഞുകൊണ്ടിരിക്കുക പാപത്തെക്കുറിച്ച് അല്ലേ. ഇവിടെ പറഞ്ഞ ഭൂമിയിലെ സകല ദുഷ്ടന്മാരെയും നീ കീടത്തെ പോലെ നീക്കിക്കളയുമെന്ന് അല്ലേലിയ 119 സങ്കീർത്തനത്തിന്റെ 119 വായിക്കുന്നുണ്ട്. സകല ദുഷ്ടന്മാരെയും അല്ലേലിയ നീ കീടത്തെ പോലെ നീക്കിക്കളയുമെന്ന്. ഓർത്തിരിക്കുക, സകല ദുഷ്ടന്മാരുടെ അവസാനം എന്താ അല്ലെ? 119 സങ്കീർത്തനം 119 വാക്യം, ഭൂമിയിലെ സകല ദുഷ്ടന്മാരെ നീ കീടത്തെ പോലെ നീക്കിക്കളയും, അതുകൊണ്ട് നിന്റെ സാക്ഷ്യങ്ങൾ എനിക്ക് പ്രിയമാകുന്നു സങ്കീർത്തനക്കാരൻ പറയുക. എന്താണ്? ദുഷ്ടന്മാരും അഹങ്കാരികളുമായ പീഡകരുടെ കയ്യിൽ നിന്നും തന്നെ വിടിവിക്കുന്ന കാര്യത്തിൽ ദൈവം ഉത്തരവാദി അഥവാ ജാമ്യക്കാരനായിരിക്കാൻ സങ്കീർത്തനക്കാരൻ ആഗ്രഹിക്കുന്നതാണ്. ആ വാക്യത്തിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഹല്ലേലൂയ സ്തോത്രം എന്ന് പറഞ്ഞാൽ ദുഷ്ടന്മാരും അഹങ്കാരികളും പീഡകന്മാരും പെരുകി അവരുടെ കയ്യിൽ അമർന്നു കിടക്കുന്ന ജനത്തിനെ അവരുടെ കയ്യിൽ അമർന്നു കിടക്കുന്ന ആ അനുഭവത്തിൽ നിന്ന് അവർക്ക് വിടുതൽ വേണമെന്ന് ഇവിടെ സംഗീതക്കാരൻ ആഗ്രഹിക്കുന്നതാണ്. ദൈവത്തോട് പറയുക ലേലിയ. എന്നെ കേൾക്കുന്നവരിൽ ആണും ആണും തമ്മിൽ വിവാഹം നടക്കുന്നു. ആണും തമ്മിൽ അവലക്ഷണമായ പ്രവർത്തികൾ ചെയ്യുന്നു. സ്വർഗഭോഗം പെരുകിയില്ലേ അല്ലേലിയ സ്തോത്രം. ആണും പെണ്ണും തമ്മിൽ വിവാഹം കഴിക്കുന്നു അല്ലേലിയ എന്ന് പറയുന്നത് കൊണ്ട് തന്നെ ദൈവത്തിന്റെ കോപാഗ്നി ശക്തമായി വ്യാപരിച്ചുകൊണ്ടിരിക്കുക അല്ലേലിയ. ഇന്ന് നമ്മുടെ ഇന്ത്യയിലെ സംസ്കാരമൊക്കെ എന്തോ, ആണിനോട് കല്യാണം കഴിക്കാം, പെണ്ണിനോട് കല്യാണം കഴിക്കാം, ആണോട് അവലക്ഷണമായത്, സ്ത്രീയോട് അവലക്ഷണമായത് പ്രവർത്തിക്കുന്നതുകൊണ്ട് എന്ത് ചെയ്തു? ദൈവത്തിന്റെ ന്യായവിധി ഭാരതത്തിന്മേൽ കിടക്കുക അല്ലേലിയ. ദൈവം സോദോം ഗൊമോറയെ തീ കൊണ്ട് കത്തിച്ചതുപോലെ അല്ലേലിയ ഒരു ദിവസം വെച്ചിട്ടുണ്ട് ദൈവം
പ്രൈസലോ, നീ മാനസാന്തരപ്പെട്ട് മടങ്ങി വന്നിന്റെ ദൈവഹിതമല്ലാത്ത ജഡികമായ ജീവിതങ്ങളെ നീ മാറ്റിക്കളഞ്ഞിട്ട് മാനസാന്തരപ്പെട്ട് ദൈവത്തിന് മാനസാന്തര യോഗ്യമായി ഫലം കായ്ക്കുവാൻ ദൈവം ഇന്ന് നിന്നെ അല്ലെങ്കിൽ നിന്നോട് ബുദ്ധി പറയുന്നത്. ദേശത്തെ നശിപ്പിക്കാതിരിക്കുവാൻ വേണ്ടി, ദേശത്തിന് വേണ്ടി മതിൽക്കിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ വേണ്ടി ദൈവം ചില ആളുകളെ തിരയുന്നു. ഹല്ലേലൂയ. നിനക്കതിന് വിധേയപ്പെടാൻ കഴിയും, നീ അതിന് സമ്മതിക്കുന്നെങ്കിൽ, നീ അതിന് താല്പര്യപ്പെടുന്നെങ്കിൽ നിന്റെ പാപപ്രവൃത്തികളെ മാറ്റിവെച്ചിട്ട് നീ പറഞ്ഞു പറ, കർത്താവേ, എന്റെ കുടുംബത്തിന് വേണ്ടി, എന്റെ തലമുറയ്ക്ക് വേണ്ടി, എന്റെ ഭർത്താവിന് വേണ്ടി, എന്റെ ഭാര്യയ്ക്ക് വേണ്ടി, എന്റെ മക്കൾക്ക് വേണ്ടി ഇടിയിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞാൻ എന്നെ പൂർണ്ണമായി ഏൽപ്പിക്കുന്നു. നിനക്ക് പറയുവാൻ കഴിയുമോ? ഹല്ലേലൂയ. സ്തോത്രം. നമ്മൾ വചനം വേണം ചിന്തിക്കാൻ കേട്ടോ. ഹല്ലേലൂയ. എന്നൊക്കെ പാപം എവിടെ പെരുകുന്ന? കുടുംബത്തിനകത്തുനിന്നാണ് തുടങ്ങുന്നത്. കുടുംബത്തിനകത്തും തുടങ്ങുന്ന പാപമാണ് അത് സമൂഹത്തിലേക്ക് വരുന്നത്. സമൂഹത്തിലേക്ക് പാപം അല്ലെങ്കിൽ ആളി കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ കാട്ടുതീയൊക്കെ പിടിക്കുന്നത് കണ്ടിട്ടില്ലേ? കാട്ടുതീയൊക്കെ പിടിച്ച ഒരു ചെറിയ തീപ്പൊരി വീണ് കഴിഞ്ഞാൽ ഉണങ്ങിക്കിടക്കുന്ന കരിയിലേക്ക് പുല്ലുകൾക്ക് തീയങ്ങോട്ട് പിടിക്കും. പിന്നെ അതുകൊണ്ട് കത്താൻ തുടങ്ങും. തീയങ്ങോട്ട് പടർന്ന് പിടിക്കുമ്പോൾ ചില പേടി കൂട്ടുന്നത് പോലെ ഈ പുല്ലും കരിയിലും ഒക്കെ വൃക്ഷങ്ങളെല്ലാം കത്തിയെന്ന് കേട്ടിട്ട് എന്ന് പറഞ്ഞതുപോലെ പാപം മനുഷ്യന്റെ ജീവിതത്തിൽ തീ കത്തുന്നത് പോലെ കത്തിക്കൊണ്ടിരിക്കുകയാണ്. അവസാനം അത് മുഴുവൻ ചുട്ടുകരിച്ച് ആ ദേശത്തെ ചാമ്പലാക്കുന്ന പോലെ പാപം മുഖാന്തരം മനുഷ്യന്റെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുകയാണ്. രക്തജയം. പാപം 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 നിന്റെ ജീവിതത്തിൽ പെരുകയില്ലേ സഹോദര സഹോദരി? ദൈവ വഴി വിട്ട് നീ യാത്ര ചെയ്യാൻ തുടങ്ങിയിട്ട് നാളുകൾ എത്രയായി? ദൈവത്തെ കബളിപ്പിക്കാൻ തുടങ്ങിയിട്ട് എത്ര നാളുകളായി? നിന്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യ പാപങ്ങളുള്ള സ്വമേധ പാപങ്ങൾ, ഹല്ലേലൂയ, അത് ദൈവം കാണുന്നുണ്ട്. ആരും കണ്ടില്ല എന്ന് പറഞ്ഞ് നീ ചെയ്തു കൂട്ടിയ പാപങ്ങൾ, അല്ലെങ്കിൽ ഇന്ന് കണ്ടിട്ട് ബഹുഭാര്യത്വം. ഭർത്താവ് ജീവിച്ചിരിക്കുമ്പോൾ അടുത്ത ഭർത്താവ് വീട്ടിനകത്ത്, 2 ഭർത്താക്കന്മാർ ഒന്നിച്ച് വീട്ടിനകത്ത് വഴുകിയ 2 ഭാര്യമാർ. പാപം, ബഹുഭാര്യത്വം. ഹല്ലേലൂയ. മക്കൾ ഇഷ്ടമുള്ളവരെ വിളിച്ചുകൊണ്ട് വരുന്നു. ഹല്ലേലൂയ. ഇഷ്ടമുള്ളവരുടെ കൂടെ ഇറങ്ങി ഓടുന്നു. എന്തെല്ലാം നീചമായ, ഹീനമായ, ക്രൂരമായ, വികൃതമായ പാപങ്ങളാണ് സഹോദര ദേശത്ത് പെരുകിക്കൊണ്ടിരിക്കുന്നതിന്റെ നടുവിൽ ദേശത്തിന് വേണ്ടി മതിൽക്കിട്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം ഒരാളെ അന്വേഷിക്കുന്നു. ഹല്ലേലൂയ. നിങ്ങളുടെ ജനപ്രതിനിധികളെല്ലാം പാപം ചെയ്തു. ഹല്ലേലൂയ. പാപം ചെയ്ത് ജനപ്രതിനിധികൾ, ജനത്തെ നയിക്കാൻ വേണ്ടി ജനത്താൽ തെരഞ്ഞെടുക്കപ്പെട്ട ജനപ്രതിനിധികളെല്ലാം പാപത്തിൽ വീണു. പാപത്തെ പച്ചവെള്ളം പോലെ വലിച്ചു കുടിക്കുക, എന്നിട്ട് പാപത്തെക്കുറിച്ച് പ്രസംഗിക്കും. ഹല്ലേലൂയ. പാപത്തോട് പോരാടുന്ന, പ്രാണത്യാഗത്തോട് എതിർക്കാൻ കഴിയാത്ത നീ എത്രമാത്രം പാപത്തെക്കുറിച്ച് പ്രസംഗിച്ചാലും അതെല്ലാം പ്രഹസനം മാത്രമാണ്. ഹല്ലേലൂയ. രാഷ്ട്രീയക്കാർ അടിമുടി പാപത്തിൽ വീണ് കിടക്കുക. ഹല്ലേലൂയ. ഭവനത്തിലുള്ള കുഞ്ഞുകുട്ടികൾ ആപാലവർത്തം അടിമുടി പാപത്തിൽ വീണ് കിടക്കുക. ഭക്തിയുടെ വേഷം ധരിച്ച് നിൽക്കുന്ന ദൈവഭക്തന്മാർ, ദൈവദാസിദാസന്മാർ പാപത്തിൽ വീണ് കിടക്കുക. ഹല്ലേലൂയ. രഹസ്യ പാപങ്ങൾ, മറഞ്ഞിരിക്കുന്ന പാപങ്ങൾ, സ്വമേധ പാപങ്ങൾ, ആരും കണ്ടില്ല എന്ന് നീ ഓർത്ത് നീ ചെയ്തതെല്ലാം. നിയമത്തിന്റെ കണ്ണു നിനക്ക് വെട്ടിക്കുക, സഭയുടെ കണ്ണു വെട്ടിക്കുക, സമൂഹത്തിന്റെ കണ്ണു വെട്ടിക്കുക, നിന്റെ ഭവനത്തിലുള്ള കണ്ണ് മറയ്ക്കാം, അധികാരികളെ നിനക്ക് മറച്ചു ചെയ്യും. പക്ഷേ സർവശക്തനായ ദൈവത്തെ മറച്ച് നിനക്ക് ഒരു പാപം ചെയ്യാൻ കഴിയില്ല. നീ ചെയ്യുന്ന സകല കാര്യങ്ങളും ദൈവം സദാസമയം കാണുക. അവന്റെ കണ്ണ് അത്തിജാലയ്ക്കൊത്തോളം അല്ലെങ്കിൽ ഒത്തതാണ്. അല്ലെങ്കിൽ ദൈവത്തിന്റെ കണ്ണിന് മുമ്പിൽ എന്നോ മലർന്നുമായി കിടക്കുന്നു. അവരുമായിട്ടാണ് കാര്യമുള്ളതെന്ന് ഇബ്രാഹിം 4:13 നീ ചെയ്തു കൂട്ടിയ സകല പാപങ്ങളും സ്വർഗം രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ന്യായം വിധിക്കുന്ന നാളിൽ നീ അവിടെ ചെന്ന് ഈ മഞ്ഞാകുഞ്ഞാണെന്ന് നീ പറയാൻ നിൽക്കണ്ട കേട്ടോ. നീ അങ്ങനൊന്നും പറയാൻ നിൽക്കണ്ട. നിന്നെ ഈ മഞ്ഞാകുഞ്ഞെന്ന കണ്ട നീ ദൈവരാജ്യത്തിൽ ചെന്ന് പറഞ്ഞാലേ നിനക്ക് വെച്ചിരിക്കുന്ന ഈ കത്തുന്ന തീപ്പൊയ്യ, കെടാത്ത തീയ, ചാകാത്ത പുഴുണ്ട് അവിടെ. ആ നരകക്കടലിൽ പോയി കിടക്കും. നിന്റെ പണത്തിന് നിന്നെ രക്ഷിക്കാൻ കഴിയത്തില്ല. നിന്റെ സ്ഥാനമാനങ്ങൾക്ക്, അധികാരങ്ങൾക്ക് നിന്നെ രക്ഷിപ്പാൻ കഴിയത്തില്ല. നിന്റെ പ്രകസനം കൊണ്ടൊന്നും നിനക്ക് രക്ഷിപ്പാൻ, നിന്റെ പുറകെ ഒരുപാട് ഗുണ്ടകൾ കാണും. അല്ലെങ്കിൽ നിനക്ക് ഓശാന പാടുന്നത്, അവരൊന്നും നിന്നെ സ്വർഗരാജ്യത്തിൽ എത്തിക്കത്തില്ല. പ്രൈസലോ. പാപം ദൈവം അറയ്ക്കുന്നതാ. പാപം ദൈവം വെറുക്കുന്നതാ. പാപം അശുദ്ധിയാണ്, നികൃഷ്ടമായതാണ്, ജഡികമാണ്, പ്രാകൃതമാണ്. പാപിയായ മനുഷ്യ, എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കന്മാർ പറയട്ടെ, നീ മാനസാന്തരപ്പെടണം.
Praise the Lord. കർത്താവ് യേശുക്രിസ്തുവിന്റെ മധ്യാകാശം വരെ ഏറ്റവും ആസന്നമായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ആമേൻ ദൈവരാജ്യത്തിൽ നിനക്ക് എത്തണമെന്നുണ്ടെങ്കിൽ നീ പാപത്തെ വിട്ടൊഴിഞ്ഞു വരണം. ലേലിയ അയൽവാസിൽ അതിന് വെട്ടിപ്പിടിച്ചും അവന്റെ സർവക്കല്ല് മാറ്റിയിട്ടും അവന്റെ അതിര് തോണ്ടിയും അല്ലേലിയ ആമി പിടിച്ചു പറിച്ചും മോഷ്ടിച്ചും ഭവനവേദനം ചെയ്തും കൊള്ളയടിച്ചും കൊള്ളപ്പണം കൊണ്ട് നീ ജീവിക്കുന്നുണ്ടെങ്കിൽ, അഴിമതിയിലൂടെ നീ ജീവിക്കുന്നുണ്ടെങ്കിൽ നീയാണ് ഏറ്റവും വലിയ കുറ്റവാളി. ഹല്ലേലൂയ. നമ്മളൊക്കെ പറയുന്നത് ഇപ്പൊ പാവം സാരമില്ലെന്ന്. ആ സാരമില്ലെന്ന് നിനക്ക് പറയാം കേട്ടോ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം വഹിക്കുമ്പോൾ ഹല്ലേലൂയ ആമൻ ആണും തമ്മിൽ വിവാഹം എന്ന് പറഞ്ഞ് ദൈവ കോപാഗ്നിക്ക് നേരായി അത് ആകിയ ഇത് പിശാചിനാൽ ഉണ്ടാക്കുന്ന വിപരീതമായ ഒരു ദ്രോഹമാണ്, ഒരു മോഹമാണ്. ആണും കൂടെ പെണ്ണും കൂടെ അപരിഷ്ടമായി ചെയ്യുന്നത് പിശാചി കൊണ്ടുവരുന്ന ഒരു തന്ത്രമാണ്. അതുകൊണ്ടാണ് അല്ലെങ്കിൽ നമ്മൾ ഉൽപ്പത്തി പുസ്തകമൊക്കെ വായിക്കുമ്പോൾ കാണുന്ന ഉൽപ്പത്തി പുസ്തകം 19-ാം അധ്യായം അതിന്റെ 24-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ ഇങ്ങനെ രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നു. അല്ലെങ്കിൽ ആമേൻ സ്തോത്രം. 23 തൊട്ട്, ലോത്ത് സോവരിൽ കടന്നപ്പോൾ സൂര്യൻ ഉദിച്ചിരുന്നു. യഹോവ സോദോമിനെയും ഗോമോരയുടെയും മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് തന്നെ ഗന്ധവും തീയും വർഷിപ്പിച്ചു. ആ പട്ടണങ്ങൾക്കും പ്രദേശത്തിനും മുഴുവനും ആ പട്ടണത്തിലെ സകല നിവാസികൾക്കും നിലത്തെ സസ്യങ്ങൾക്കും ഉന്മൂലനം വരുത്തി. ഹല്ലേലൂയ. എന്ന സോദോമ്യരുടെ പാപം പെരുകി. സോദോമിലെ ലോത്തിന്റെ വീട്ടിലെത്തിയ ദൈവദൂതന്മാരെ അല്ലേലൂയ അവിടെ ഉണ്ടായിരുന്ന സോദോമിലെ ജനങ്ങൾ അല്ലേലൂയ അവരിൽ പാപത്തിന്റെ പ്രവർത്തികൾ അവരെ പാപത്തിന് വേണ്ടി അവരെ വിട്ടുകൊടുക്കാനത് കൊണ്ട് എന്ത് ചെയ്തു? അല്ലേലൂയ സ്തോത്രം. എന്നാ ദൈവം വെറുക്കുന്ന അല്ലേലൂയ പാപ സ്വഭാവത്തിലിരിക്കെ അവർ ചിലരുടെ എന്ത് ചെയ്തു? അത് മുഖാന്തരം ദേശത്തിന് ദൈവത്തിന്റെ കോപം പെരുകി. അല്ലേയ ദൈവത്തിന്റെ വചനം വായിക്കുന്ന യഹോവ സോദോമിന്റെയും ഗോമോരിന്റെ മേൽ യഹോവയുടെ സന്നിധിയിൽ നിന്ന് ആകാശത്ത് തന്നെ ഗന്ധവും തീയും വർഷിപ്പിച്ചു. നാശത്തിലേക്ക് ചെന്ന് കൊണ്ടിരുന്ന ദേശങ്ങളെ കർത്താവിലേക്ക് തിരിക്കുന്നതിന് വേണ്ടി മുട്ടുകുത്തി പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന വീരന്മാരെ കർത്താവിന്റെ കണ്ണുകൾ അന്വേഷിക്കുക. സോദോം ഗോമോരയുടെ പാപം പോലെ ഇന്നും പാപം പെരുകി. ആ പാപം പെരുകിയിരിക്കുന്നുണ്ട് ദേശത്ത്. ദൈവത്തിന്റെ ന്യായവിധിയുടെ ഖരം വെളിപ്പെടുന്ന ആ ന്യായവിധിയുടെ ഖരത്തിന് ജനത്തെ വിടിവിക്കുവാൻ ദൈവത്തിന്റെ കോപത്തെ മിലരിയ നാം തിരിച്ചറിഞ്ഞുകൊണ്ട് ദേശം ഇടിവി നിൽക്കുവാൻ നീ തയ്യാറാകണം. ഹല്ലേലൂയ. സോദരം. ദൈവവചനം ഇതൊക്കെയാണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നത് കേട്ടോ. ഹല്ലേലൂയ. അപ്പം വീണ്ടും നാം ദൈവത്തിന്റെ വചനത്തിലേക്ക് വരുന്ന നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് നാം ദൈവസന്നിധിയിൽ മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിച്ച് ഹല്ലേലൂയ നമ്മുടെ കണ്ണുകൾ അല്ലെങ്കിൽ ഉയരങ്ങളിലേക്ക് ഉയർത്തുന്നെങ്കിൽ ഹല്ലേലൂയ നമ്മുടെ പ്രാർത്ഥനയ്ക്ക് കേട്ട് ദൈവം മറുപടി തരാൻ വിശ്വസ്തനാകട്ടോ. ദാവീദ് പറഞ്ഞു, ഞാൻ എന്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു എന്ന്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ നാം ദൈവത്തിന്റെ വചനം നമ്മൾ വായിക്കുമ്പോൾ ഹല്ലേലൂയ എന്നെ കേൾക്കുന്ന സ്നേഹിതരെ നാം ദൈവ വചനത്തെ വിശ്വസിക്കണം. ഹല്ലേലൂയ. എന്താണ് സോദോമിന്റെ ഹല്ലേലൂയ പാപം എന്നൊക്കെ പറയുന്നത് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമ്പോൾ ഹല്ലേലൂയ സ്തോത്രം. അവർ ലോത്തിനെ വിളിച്ച്, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? സോദോമിലെ ജനങ്ങളെ കേട്ടോ. ലോത്തിന്റെ വീട്ടിൽ വന്ന് വിളിക്കുക, ലോത്തിനെ വിളിച്ച് ചോദിക്കുക, ഈ രാത്രി നിന്റെ അടുക്കൽ വന്ന പുരുഷന്മാർ എവിടെ? ഞങ്ങൾ അവരെ ഭോഗിക്കേണ്ടതിന് ഞങ്ങളുടെ അടുക്കൽ പുറത്തു കൊണ്ടുപോവാ നീ എന്ന് അവരോട് പറഞ്ഞു. ലോത്ത് വാതിക്കൽ അവരുടെ അടുക്കൽ പുറത്തു ചെന്ന് കതക് അടച്ച ശേഷം സഹോദരന്മാരെ ഇങ്ങനെ ദോഷം ചെയ്യരുതേ. പുരുഷൻ തൊടാത്ത 2 പുത്രിമാർ എനിക്കുണ്ട്. അവരെ ഞാൻ നിങ്ങളുടെ അടുക്കൽ കൊണ്ടുവരാം. നിങ്ങൾക്ക് ബോധിച്ചതുപോലെ അവരോട് ചെയ്തു കൊള്ളുവിൻ. ഈ പുരുഷന്മാരോട് മാത്രം ഒന്നും ചെയ്യരുതേന്ന് ലോത്ത് പറഞ്ഞ കാര്യം നിങ്ങൾ കേട്ടോ. ലോത്തിന്റെ വീട്ടിൽ ചെന്ന 2 ദൈവദൂതന്മാരെ ഭോഗിക്കേണ്ടതിന് സോദോമിലെ ജനം ലോത്തിനോട് ചെന്ന് പറയാം അവരെ പുറത്തു കൊണ്ടുവരുവാൻ. ലോത്ത് പറയുക, ഭൂമിയോളം താഴ്ന്ന് ക്ഷമിച്ചിട്ടുടയ സഹോദരന്മാരെ പുരുഷന്മാർ തൊടാത്ത 2 പുത്രിമാരെ നിൽക്കണ്ട. നിങ്ങൾ അവരെ വേണ്ടതുപോലെ ഭോഗിച്ചു. പക്ഷെ എങ്കിലും എന്റെ വീട്ടിൽ വന്ന പുരുഷന്മാരെ ഭോഗിക്കാൻ പാടില്ല. അത് കേൾക്കാത്ത സോദോമിലെ ജനത്തിന്റെ പാപം സ്വർഗത്തോളം എത്തി. അതാണ് ഹല്ലേലൂയ സോദോമിന്റെ മേൽ ദൈവം തീ അയക്കാൻ കാരണമായി. ഇന്നും അത് തന്നെയല്ലേ കേരളത്തിൽ ഭാരതത്തിൽ നടക്കുന്നത്? അത് തന്നെയല്ലേ ലോക രാജ്യങ്ങളിൽ നടക്കുന്നത്? ഹല്ലേലൂയ. അതിനിവിടുത്തെ നിയമങ്ങൾ അനുകൂലമായി മാറിയില്ലേ? നിയമങ്ങൾ അതിന് നിയമം പാസ്സാക്കിയെടുത്തില്ലേ? മനുഷ്യൻ എന്തു വേണേലും ഏത് വേണേലും എപ്പം വേണേലും എങ്ങനെ വേണേലും എവിടെ വെച്ച് വേണേലും എന്തും പ്രവർത്തിക്കത്തക്ക നിലയിൽ പാപം പെരുകി. ഹല്ലേലൂയ. ഇതൊക്കെ കേൾക്കാൻ നിങ്ങൾക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് എനിക്കറിയാം.
നിങ്ങൾ കേൾക്കണം, നിങ്ങൾ കേട്ടിട്ട് നിങ്ങൾ മാനസാന്തരപ്പെടണം. നിങ്ങൾ ഇതിലൂടെയൊക്കെ കടന്നു പോകുന്ന വ്യക്തിയാണ്. പ്രൈസറോ, നിങ്ങളുടെ മക്കൾ ഇതിലൂടെയൊക്കെ ഇങ്ങനെയുള്ള സാഹചര്യം കടന്നു പോകുന്നുണ്ടെന്നാണ്. നിങ്ങളങ്ങ് മടങ്ങി വരണം. പ്രൈസറോ, എനിക്ക് ചില വ്യക്തികളെ ഉദാഹരണം പറയാനുണ്ട്, പക്ഷെ പറയാൻ പറ്റാത്തതുകൊണ്ട് പറയുന്നില്ല. അത് തന്നെയില്ല, ചില പ്രാർത്ഥന വിഷയങ്ങൾ എനിക്ക് പറയാനുണ്ട്. കഴിഞ്ഞ ദിവസം എന്നെ ഒരു സഹോദരി വിളിച്ചിട്ട് പറഞ്ഞത് കേട്ടാൽ മൂക്കത്ത് കൈവെക്കും കേട്ടോ. അല്ലേരിയ, അത്ര ഹീനമായതാണ് തന്റെ ഭർത്താവിന്റെ ജീവിതശൈലി. അല്ലേരിയ, അങ്ങനെ ദൈവം വെറുക്കുന്ന പാപങ്ങൾ. അല്ലേരിയ, വീണ്ടും നാം ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ക്രിസ്തുവിന്റെ ശിഷ്യനായിരുന്ന തോമസ് ലീയ ഇന്ത്യയിലേക്ക് വന്നു. അവൻ തന്റെ രക്തത്തെ ചൊരിഞ്ഞു. അല്ലേരിയ, എത്രയോ ആലരിയ സ്തോത്രം, എത്രയോ ജനങ്ങൾ അല്ലേരിയ കർത്താവിന് വേണ്ടി രക്തസാക്ഷിയായി മാറി. യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന തോമസ് അപ്പോസ്തലൻ അല്ലേരിയ ഇന്ത്യയിലേക്ക് വന്നു. സ്തോത്രം, അങ്ങനെ തോമസ് അല്ലേരിയ കേരളത്തിലുമെത്തി. അല്ലേരിയ, കേരളത്തിൽ തോമസ് ചില പള്ളികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞ് തോമസിന്റെ ശുശ്രൂഷ അവസാനം തോമസിന്റെ മൈലാപ്പൂരിലെത്തി. അവിടെയുള്ള ആളുകളെ തോമസിനെ കുന്തം കൊണ്ട് കൊന്നു. അങ്ങനെ അവനെ അവിടെ അടക്കം ചെയ്തു. പിന്നെ സിറിയയിൽ നിന്ന് വ്യാപാരികൾ അവന്റെ ബോഡി കൊണ്ടുപോയെന്നൊക്കെ ഞാൻ ചരിത്രത്തിൽ വായിച്ചതും പഠിച്ചതും ഒക്കെ. എന്ന് പറഞ്ഞ കർത്താവിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച തോമസ്, ഇന്ത്യയിൽ തോമസ് വന്ന് ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിച്ചില്ലേ? അല്ലേലൂയ, സ്തോത്രം. അങ്ങനെ എത്ര ശിഷ്യന്മാർ, കർത്താവ് തിരഞ്ഞെടുത്ത ദൈവത്തിന്റെ ദാസിദാസന്മാർ ദേശത്ത് പാപം പെരുകിയപ്പോൾ മുട്ടുകുത്തി നിന്ന് നിലവിളിച്ച് പ്രാർത്ഥിച്ച ദൈവഭക്തന്മാരെ നിങ്ങൾ നിർദാക്ഷനെ അടിച്ച് ചതച്ചവരെ വെട്ടി മുറിച്ച് കൊന്നു കളഞ്ഞില്ലേ സഹോദര സഹോദരി? നിന്റെ പ്രമാണം നിന്റെ പ്രമാണം എന്തോ? ജീവനുള്ള മനുഷ്യനെ കൊന്നു കളഞ്ഞിട്ട് നീ സ്വർഗത്തിലേക്ക് ചെല്ലുമെന്ന് നിന്നെ ആരും പഠിപ്പിച്ച അന്ധതയുടെ വിശ്വാസം, അന്ധകാരത്തിന്റെ വിശ്വാസം, അന്ധവിശ്വാസം നീ അകപ്പെട്ട എത്രയോ ആളുകളെ നീ കൊന്നു കളഞ്ഞു. രക്തം ചെയ്യും. നീ സ്വർഗത്തിലല്ല പോകുന്ന, നരകത്തിലാണ്. എത്രയോ ദൈവദാസ്യദാസന്മാരെ, എത്രയോ ക്രൈസ്തവ മിഷന്മാരെ, എത്രയോ കന്യാസ്ത്രീകളെ, എത്രയോ പാസ്റ്റർമാരെ, എത്രയോ വിശ്വാസം നീ വലിച്ചു കീറി നിലത്തൂടെ ചവിട്ടി ഇരച്ച് അവരെ വെട്ടി മുറിച്ച് അവരെ ബലാത്സംഗം ചെയ്ത് പീഡനം ചെയ്ത് നീ എത്രയോ ക്രൂരത പ്രവർത്തിച്ച ഭാരതത്തിൽ, വടക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ, അല്ലെങ്കിൽ ലോകരാജ്യങ്ങളിൽ ഇതൊക്കെ ദൈവം അറയ്ക്കുന്നതിനോട് കണക്ക് ചോദിക്കുന്ന നാളുകളുണ്ട്. രക്തം ചെയ്യും. പ്രൈസറോ, ദൈവം തെരഞ്ഞെടുത്ത ദൈവത്തിന്റെ അഭിഷക്തന്മാരെ ദേശത്തെ നശിപ്പിക്കാതെ വേണ്ടി മുട്ടുകുത്തിന്ന് പ്രാർത്ഥിച്ച ദേശം ഇടിയിൽ നിന്ന് ദൈവത്തിന്റെ ദാസിദാസന്മാരെ മിശ്രന്മാരെ നീ വെട്ടി ഒതുക്കി കൊന്നിട്ടുണ്ടെങ്കിൽ, നീ അവരെ പീഡിപ്പിച്ച് ബലാത്സംഗം ചെയ്തിട്ട് അവരുടെ മാന നീ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടെങ്കിൽ, നിന്റെ കുടുംബത്തിനകത്തും ദൈവത്തിന്റെ നരകാഗ്നിയുടെ കരം നീട്ടാൻ സമയമായി. ഹല്ലേലൂയ, സ്തോത്രം. ഞങ്ങളൊക്കെ പ്രാർത്ഥിക്കുന്നതിന്റെ ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ വേണ്ടിയാ, മനുഷ്യന്റെ പാപം വിട്ട് മടങ്ങി വരാൻ വേണ്ടിയിട്ടാണ്. ഹല്ലേലൂയ. അപ്പോൾ സോദോമിന് വേണ്ടി യാചിച്ച അബ്രഹാമിന്റെ പ്രാർത്ഥനയെ കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്ന ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം. ഹല്ലേലൂയ. നമ്മൾ വരുമ്പോൾ 18-ാം അധ്യായത്തിൽ വരുമ്പോൾ 23 തൊട്ടുള്ള വാക്യങ്ങൾ ഇങ്ങനെ വായിക്കുന്നുണ്ട്. ഹല്ലേലൂയ, സ്തോത്രം. 21 സ്തോത്രം. അബ്രഹാമോ യഹോവയുടെ സന്നിധിയിൽ തന്നെ നിന്നു. അബ്രഹാം അടുത്തിരി എന്ന് പറഞ്ഞത്, ദുഷ്ടനോട് കൂടെ നീതിമാനി നീ സംഹരിക്കുമോ? പക്ഷേ ആ പട്ടണത്തിൽ 50 നീതിമാന്മാർ ഉണ്ടെങ്കിൽ നീ അതിനെ സംഹരിക്കുമോ? അതിലെ 50 നീതിമാന്മാർ നിമിത്തം ആ സ്ഥലത്തോട് നീ ക്ഷമിക്കില്ലയോ? ഇങ്ങനെ നീ ഒരു നാളും ചെയ്യുന്നില്ലല്ലോ. നീതിമാൻ ദുഷ്ടനെ പോലെ ആകത്തക്ക വണ്ണം ദുഷ്ടനോടുകൂടെ നീതിമാനെ നീ ഒരു നാളും കൊല്ലുകയില്ല. നീ സർവഭൂമിക്ക് ന്യായാധിപതിയായവൻ നീതി പ്രവർത്തിക്കാതിരിക്കുമോ എന്ന അബ്രഹാമിന്റെ ഒരു പ്രാർത്ഥന നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. കാരണം എന്നെ കേൾക്കുന്ന നമ്മുടെ ദേശത്തിന് വേണ്ടി ഇടിവിന്ന് സോദോം ഗോമോരയുടെ പാപം പെരുകിക്കഴിഞ്ഞപ്പോൾ സോദോം ഗോമോരയ്ക്ക് ഇടിവിന്നത് പ്രാർത്ഥിച്ച അബ്രഹാം. ഹല്ലേലൂയ. എന്നിട്ട് ആ ദൈവത്തിന്റെ വചനം വായിക്കും, 50 നീതിമാന്മാർ, പക്ഷേ ഹല്ലേലൂയ 5 പേര് കുറഞ്ഞു പോയെങ്കിലോ, 5 പേരുടെ കുറഞ്ഞു പോയത് കൊണ്ട് നീ ആ പട്ടണം മുഴുവനും നശിപ്പിക്കുമോ എന്ന് അബ്രഹാം പറഞ്ഞതിന് 45 പേരെ ഞാൻ അവിടെ കണ്ടാൽ അതിനെ നശിപ്പിക്കല്ലേ എന്ന് കർത്താവ് അരുളി ചെയ്തു. അവൻ പിന്നെ അവനോട് സംസാരിച്ചു, പക്ഷേ 40 പേരെ അവരെ കണ്ടാലോ എന്ന് പറഞ്ഞതിന് ആ 40 പേരുടെ നിമിത്തവും ഞാൻ നശിപ്പിക്കുകയില്ല എന്ന് അവൻ അരുളി ചെയ്തു. അതിന് അവൻ പിന്നെയും സംസാരിക്കും, കർത്താവെ കോപിക്കരുത്, പക്ഷെ 30 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞു. ഞാൻ 30 പേര് നിമിത്തം നശിപ്പിക്കുകയില്ല. അങ്ങനെ ദൈവത്തിന്റെ സംഭാഷണോടെ കാണാൻ കഴിയും. ഹല്ലേലൂയ. അവസാനം പക്ഷേ 10 പേരെ അവിടെ കണ്ടാലോ എന്ന് പറഞ്ഞ്
താൻ 10 പേരുടെ നിമിത്തം ദേശത്തെ നശിപ്പിക്കുകയല്ലെന്ന് അരുളി ചെയ്തു. യഹോവ അബ്രഹാമിന്റെ അരുളി ചെയ്ത് തീർന്ന ശേഷം അവിടെ നിന്ന് പോയി അബ്രഹാം തന്റെ സ്ഥലത്തേക്ക് പോയി. അപ്പൊ സോദോം ഗോമോരയ്ക്ക് വേണ്ടി ഇടിവി നിന്നു. ഹല്ലേലൂയ. ആ ഇടിവിൽ നിന്ന് അബ്രഹാമിനെ പോലെ ഈ കാലഘട്ടത്തിൽ നിങ്ങൾ ആ ഭാഗം വായിക്കണം കേട്ടോ. സോദോം ഗോമോരയുടെ ഇടിവിൽ നിന്ന് അബ്രഹാമിനെ പോലെ ദേശത്തിന്റെ പാപം പെരുകിക്കഴിഞ്ഞപ്പോൾ ഈ നാളുകളിൽ ദൈവം ദേശത്തിന് മതിൽ കിട്ടി എവിടെയെന്ന് പ്രാർത്ഥിക്കുമ്പോൾ ദൈവം ഒരു പുരുഷനെ അന്വേഷിക്കും. അതിലൊരാൾ നിങ്ങളാകട്ടെ എന്നുള്ളതാണ് വചനം പറയുന്നത്. പ്രൈസലോ. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ, നീ ദേശത്തിന് വേണ്ടി നിന്റെ മതിൽ കിട്ടി എവിടെയെന്ന് പ്രാർത്ഥിപ്പാൻ നീ ആയിരിക്കണം എന്നുള്ളത് ദൈവം ആഗ്രഹിക്കുക. ഹല്ലേലൂയ, സ്തോത്രം. നാം എപ്പോഴും പിറുപിറുപ്പുകാരായി മാറിക്കൊണ്ടിരിക്കുകയാണ്. എപ്പോഴും പിറുപിറുപ്പുകൾ. അല്ലേലൂയ. എപ്പോഴും നാം പിറുപിറുത്തു കൊണ്ടിരിക്കുന്നു. അല്ലേലൂയ. ഇസ്രായേൽ ജനങ്ങൾക്ക് വേണ്ടി മോശ ഉത്തരവാദിത്തത്തോടെ ഇടിവിൽ നിന്ന് യാചിച്ചു. അല്ലേലൂയ. ഇസ്രായേൽ ജനത്തിന്റെ പ്രവർത്തി എന്ന മുഴുവൻ ഇസ്രായേലിൽ നിന്ന് പുറപ്പെട്ടു വന്ന ജനത്തിന്റെ പിറുപിറുപ്പ്, ആദ്യ മുഖാന്തരം അവരുടെ മേൽ വന്ന ദൈവകോപം, അത് അവരുടെ മേൽ മാറിപ്പോകാൻ വേണ്ടി മോശ എന്ത് ചെയ്തു? ദൈവത്തിന് ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. വചനം പറയുന്നത്, മോശെ യഹോവയോട് പറഞ്ഞത്, നീ ഈ ജനത്തെ അവരുടെ ഇടയിൽ നിന്ന് നിന്റെ ശക്തിയാൽ കൊണ്ടുവന്നുവല്ലോ. അവർ ഈ ദേശനിവാസികളോട് പറയും, യഹോവയായ നീ ഈ ജനത്തിന്റെ മധ്യ ഉണ്ടെന്ന് അവർ കേട്ടിരിക്കുന്നു. യഹോവയായ നിന്നെ അവർ കണ്ണാലെ കാണുകയും നിന്റെ മേഘം ഇവർക്ക് മീതെ നിൽക്കുകയും പകൽ മേഘസ്തംഭത്തിലും രാത്രി അഗ്നിസ്തംഭത്തിലും നീ ഇവർക്ക് മുമ്പായി നടക്കുകയും ചെയ്തുവല്ലോ. നീ ഇപ്പോൾ ഈ ജനത്തെ ഒക്കെയും ഒരു ഒറ്റ മനുഷ്യനെ പോലെ കൊന്നുകളഞ്ഞാൽ നിന്റെ കീർത്തി കേട്ടിരിക്കുന്ന ജാതികൾ ഈ ജനത്തോട് സത്യം ചെയ്ത ദേശത്തേക്ക് അവരെ കൊണ്ടുപോകുവാൻ യഹോവയ്ക്ക് കഴിയായികൊണ്ട് അവനവരെ മരുഭൂമിയിൽ വെച്ച് കൊന്നുകളഞ്ഞു എന്ന് പറയും. ഹല്ലേലൂയ. മോശ ഇസ്രായേൽ ജനത്തെ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ച ഭാഗമാണ് പുറപ്പാട് പുസ്തകം. ഹല്ലേലൂയ. 14-ാം അധ്യായം 13 തൊട്ട് 18 വരെയുള്ള വാക്യങ്ങൾ വായിക്കുന്നു. അപ്പം മോശ എന്ന് പറയുന്ന മനുഷ്യൻ ശക്തമായി ഇസ്രായേലിന് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കും. ഇസ്രായേൽ പാപം ചെയ്തു, ജനം പാപം ചെയ്തു. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത നിലയിൽ അവർ പിറുപിറുക്കുകയാണ്. അവർക്ക് 40 വർഷം മന്ന കൊടുത്തിട്ടും കാടപ്പക്ഷി കൊടുത്തിട്ടും പാറയിൽ പിളർന്ന് വെള്ളം കൊടുത്തിട്ടും അല്ലെങ്കിൽ അവരുടെ വസ്ത്രം തേഞ്ഞു പോയില്ല, ചെരുപ്പ് തേഞ്ഞു പോയില്ല, അവരിലാരും ക്ഷണിച്ചു പോയില്ല. അവർക്ക് ഒരാടുമാട് കന്നുകാലികൾക്കും എല്ലാം തൃപ്തിയാകും വണ്ണം ദൈവം കൊടുത്തിട്ടും ഇസ്രായേലിന്റെ പ്രവൃത്തി ഉണ്ടായത് ദൈവത്തിന് പിറുപിറുക്കുക. അങ്ങനെ പിറുപിറുപ്പ് ദൈവത്തിൽ എത്തിക്കഴിഞ്ഞപ്പം ദൈവത്തിന്റെ കോപം സാധനത്തിൽ വരുന്നു എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുന്നു. പ്രവീശരോ. അപ്പൊ അബ്രഹാം ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ മോശ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചതുപോലെ ഹല്ലേലൂയ. ഈ കാലഘട്ടത്തിൽ എസ്കേൽ കൂടെ പറയുക, ദേശത്തെ നശിപ്പിക്കാതിരിക്കാൻ മതിൽക്കിട്ട് ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നു. അത്രമാത്രം പാപം പിരിക്കുന്നേ. ഹല്ലേലൂയ. നമുക്കറിയാം, നമ്മൾ ഈ ഭൂമിയിലാണ് ജീവിക്കുന്നത്. നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണുന്നതെല്ലാം പാപത്തിന്റെ വശീകരണത്തിലൂടെയുള്ള അനുഭവങ്ങളാണ്. മനുഷ്യന്റെ വാക്കുകളെല്ലാം പാപമാണ്. മനുഷ്യന്റെ വാക്കുകളെല്ലാം പാപം നിറയപ്പെട്ടതാണ്. ഹല്ലേലൂയ. അപ്പൊ ഇവിടെ എന്ത് ചെയ്തു? മനുഷ്യന്റെ ഉള്ളിലെ പിറുപിറുപ്പ്. എന്നിട്ട് മോശ പറയുക, അല്ലൊരു യഹോവ ദീർഘക്ഷമയും മഹാദയുള്ളവൻ, അകൃത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ. മോശ പറയുന്നത് നമ്മുടെ ദൈവം നമ്മുടെ ദൈവം ആരാണ്? ദീർഘക്ഷമ മഹാദയുള്ളവനാണ്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, ദേശം എത്ര പാപം കൊണ്ട് പെരുകിയാലും, ദേശം എത്ര പാപത്തിൽ വീണാലും നമ്മുടെ ദൈവം ദീർഘക്ഷമയും മഹാദയുള്ള ദൈവമായതുകൊണ്ട് നീ ദൈവസന്നിധിയിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തയ്യാറായാൽ നിന്റെ കുടുംബത്തിനകത്ത് ദൈവത്തിന് നീതിയുടെ കരം വെളിപ്പെടും. എന്നെ കേൾക്കുന്ന മാതാപിതാക്കളോട് പറയട്ടെ, നിന്റെ കുടുംബത്തിന്റെ പാപത്തെ, നിന്റെ ഭർത്താവിന്റെ വഴിവിട്ട ജീവിതത്തെ, ഭാര്യയുടെ വഴിവിട്ട മക്കളുടെ വഴിവിട്ട ജീവിതത്തെ നീ കണ്ടിട്ട് മൗനമായിരിക്കാതെ ദേശത്തിന് വേണ്ടി മതിൽക്കിട്ട് ഇടിവിന്ന് പ്രാർത്ഥിക്ക്. നിന്റെ കുടുംബത്തിന് വേണ്ടി നീ ഇടിവിന്ന് പ്രാർത്ഥിക്ക്. ദൈവം നിന്റെ കുടുംബത്തിനകത്ത് അത്ഭുതം ചെയ്യും. അല്ലേ? എന്നെ കേൾക്കുന്ന ദൈവഭക്തന്മാരോട് പറയട്ടെ, നിങ്ങൾ ഈ കസേരകളിയൊക്കെ നിർത്തിയിട്ട് അധികാരത്തിന്റെ മോഹമൊക്കെ ഒന്നിട്ട് വിട്ടിട്ട് നിങ്ങൾ ദേശത്ത് ജനം നശിക്കുന്നത് കാണുമ്പോൾ അവർക്ക് വേണ്ടി മതിൽ കെട്ടി ഇടിയുന്ന പ്രാർത്ഥിക്കാൻ നീ തയ്യാറാകും. അല്ലേ? നിന്നെ ദൈവം വിളിച്ചത് ദേശത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ വേണ്ടിയിട്ട്, കസേരക്കാല് പിടിച്ചു നടക്കാനല്ല. അധികാരത്തിന്റെ സീമയിരുന്ന അധികാരത്തിന്റെ അല്ലെങ്കിൽ ആ അനുഭവത്തിൽ നിഗളിക്കാനല്ല ദൈവം നിന്നെ വിളിച്ചത്.
ദേശത്തിന് പ്രാർത്ഥിക്കാനാ. പക്ഷെ നിനക്ക് പ്രാർത്ഥന ജീവിതം ഉണ്ടോ ഇന്ന്? നീ സംഘടനയുടെ തലപ്പത്തിരിക്കുന്നവൻ, സംഘടന നിന്റെ കയ്യിലായിരിക്കുന്നത്. നീ പറയുന്നത് സംഘടന നടത്തും, പക്ഷെ നിനക്ക് പ്രാർത്ഥന ജീവിതമില്ല. അല്ലെങ്കിൽ പ്രാർത്ഥന നഷ്ടപ്പെട്ടു പോയ മനുഷ്യർ നീ അധികാരത്തിന്റെ പിന്നാലെ കടിച്ചു തൂങ്ങി കിടക്കുക. അല്ലെങ്കിൽ മടങ്ങുക, മാനസാന്തരപ്പെട്. ആമി സമുദായങ്ങളെ ചിന്തിച്ചു നോക്കിയത് ഏത് മാർഗക്കാരെ ചിന്തിച്ചു എല്ലാം അധികാരമാണ്, പൈസ, സ്ഥാനമാനങ്ങൾ, പിന്നെ പണം ഉണ്ടാക്കല, അല്ലേ പ്രധാന പണി. ഇവിടെ ദൈവം പറയുക, മോശം പറയുകയാണ്, യഹോവ ദീർഘക്ഷമയും മഹാദയുള്ള അകത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ, നമ്മുടെ അകത്യവും ലംഘനവും ക്ഷമിക്കുന്നവൻ. അല്ലേലിയ. 32 സംഗീതമൊക്കെ വായിച്ച ലംഘനം ക്ഷമിച്ചും പാപം മറച്ചു കിട്ടിയ മനുഷ്യൻ യഹോവ അകൃത്യം കണക്കിടാതെയും അങ്ങനെ ഇരിക്കുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. അല്ലേലിയ. അപ്പൊ നമ്മുടെ ലംഘനം ക്ഷമിക്കുന്നവരുടെ അകൃത്യം ക്ഷമിച്ചു തരുന്ന ദൈവമുണ്ട്. അല്ലേലിയ. ആ ദൈവസന്നിധിക്ക് മടങ്ങി വന്ന ദാവീദ് ഇടിവിന്നത് പ്രാർത്ഥിച്ചതുപോലെ, നെടുമ്പാട് വീട് പ്രാർത്ഥിച്ചതുപോലെ നീയും നെടുമ്പാട് വീട് പ്രാർത്ഥിക്കാൻ കഴിയണം. അല്ലേലിയ. ഈ കാലഘട്ടത്തിൽ പ്രാർത്ഥനയ്ക്കാ പ്രാധാന്യം കേട്ടോ. അല്ലേലിയ. മറ്റൊന്നിനും പ്രാധാന്യമില്ല. അത്രമാത്രം ആമിന്റെ ദേശം നശിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ലേലിയ. ആരെയും വിശ്വസിക്കാൻ പറ്റത്തില്ല, ആരെയും വിശ്വസിച്ചൊന്നും ഏൽപ്പിക്കാൻ പറ്റത്തില്ല, ആരുടെ കൂടെ വിശ്വസിച്ച് യാത്ര ചെയ്യാൻ പറ്റത്തില്ല. ഏത് സാഹചര്യത്തിലും വിശ്വസിച്ച് യാത്ര ചെയ്യുന്നവർ വഞ്ചിക്കപ്പെടും, വഞ്ചിതരെ തീരും. അവരാൽ ഒരുപക്ഷെ നമ്മൾ അപമാനമേൽക്കും. അല്ലേലിയ. നിന്റെ ഉറ്റ ഫ്രണ്ടാണ്, ഉറ്റ മിത്രമാണെന്നൊക്കെ പറഞ്ഞാൽ അവരെ പോലും ഈ കാലഘട്ടത്തിൽ വിശ്വസിക്കാൻ പറ്റത്തില്ല. ഇപ്പൊ നമ്മൾ കാണത്തില്ല, അല്ലേലിയ, നമ്മൾക്ക് ഈ ബൈക്കൊക്കെ ഓടിച്ചു പോകുമ്പോൾ അനവധി ആൺകുട്ടികൾ പെൺകുട്ടികളൊക്കെ റോഡിന്റെ സൈഡിൽ നിന്നിട്ട് കൈ ഇങ്ങനെ കാണിക്കാറുള്ളത്. എന്തിനാ? ഞങ്ങൾക്കൊരു ഒരു സീറ്റ് തരും, ഞങ്ങൾക്കൊരു ചാൻസ് തരുമോ? ഇന്നത്തെ കാലഘട്ടത്തിൽ കൊച്ചു അനവധി യുവതി യുവാക്കന്മാരെ മുതിർന്നവരുടെ വായിൽ നിന്ന് ഈ അല്ലെങ്കിൽ MDMA അടക്കമുള്ള ഒരുപാട് ലഹരി പദാർത്ഥങ്ങൾ നമ്മുടെ പോലീസ് എക്സൈസ് വിഭാഗത്തിൽപ്പെട്ടവരൊക്കെ രഹസ്യാന്വേഷണ വിഭാഗക്കാരൊക്കെ പിടിച്ചെടുക്കുന്ന കാണുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു വണ്ടിയെ പോലും ഒരാളെ കയറ്റിക്കൊണ്ടു പോകാൻ പറ്റത്തില്ല. കാരണം ഇവന്റെ ബാഗിലിരിക്കുന്നത് എന്താണെന്ന് നമുക്കറിയത്തില്ലല്ലോ. ഇവന്റെ ബാഗിലിരിക്കുന്നത് ഇവന്റെ ബാഗിനകത്ത് എന്താണ് ഒളിച്ചു വെച്ച് നമുക്കറിയില്ല. പിടി വീഴുമ്പോൾ നമ്മളകത്ത്. അതുകൊണ്ട് സൂക്ഷിച്ചോണം. പാപം എല്ലാ മേഖലയും പെരുകി. അല്ലെങ്കിൽ അത്രമാത്രം പാപത്തിന്റെ സ്വാധീനം ദേശം മുഴുവൻ, കുടുംബം മുഴുവൻ വ്യാപിച്ച് മനുഷ്യന്റെ ഉള്ളിൽ പാപത്തിന്റെ സ്വാധീന ശക്തി വളരുന്നു. അല്ലേലുയ. മാനസാന്തരപ്പെടണം. നമുക്ക് നിത്യതയിലെത്തണം, സ്വർഗരാജ്യത്തിലെത്തണം. നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്നൊരു പുതിയ ഭവനമുണ്ട്. ആ പുതിയ ഭവനത്തിലെത്തണം. അല്ലെങ്കിൽ വിശ്വാസികൾക്ക് വേണ്ടി, ദൈവഭക്തന്മാർക്ക് വേണ്ടി, വീണ്ടെടുക്കപ്പെട്ട ദൈവജനത്തിന് വേണ്ടി, ദൈവത്തിന്റെ മടവാട്ടി സഭയ്ക്ക് വേണ്ടി ദൈവം ഒരുക്കുന്ന പുതിയ കൊട്ടാരത്തിന്റെ പണി. വെളിപ്പാട് പുസ്തകം 21-ാം അധ്യായം 10 തൊട്ട് താഴോട്ടുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ ഭൂമിയിൽ ഒരു മനുഷ്യന്റെ കണ്ണുകൾ കൊണ്ട് ചിന്തിക്കാൻ കഴിയാത്ത, മനസ്സുകൊണ്ട് തീരുമാനിക്കാൻ കഴിയാത്ത, ഭൂമിയിലെ ഒരു എഞ്ചിനീയർക്കും അതിന്റെ പ്ലാൻ എടുക്കാൻ കഴിയാത്ത നിലയിൽ, ഭൂമിയിൽ ഒരുപാട് എഞ്ചിനീയർമാരുണ്ടല്ലോ, അവരുടെ ചിന്ത കൊണ്ട്, ബുദ്ധി കൊണ്ട്, കഴിവുകൊണ്ടൊന്നും അവർക്ക് എന്റെ പ്ലാൻ തയ്യാറാക്കാത്ത വിധത്തിൽ നമ്മുടെ സ്വർഗത്തിലെ ദൈവം അല്ലെങ്കിൽ നമുക്ക് വേണ്ടി ഒരുക്കുന്ന വലിയ കൊട്ടാരത്തിന്റെ പണി നിങ്ങൾക്ക് കാണാൻ കഴിയും. ആ കൊട്ടാരത്തിലേക്ക് കർത്താവിനെ ക്ഷണിക്കുക. ആ ദൈവരാജ്യത്തിലേക്ക് പുതിയ യെരൂശലേമിലേക്ക് കർത്താവ് നിന്നെ ക്ഷണിക്കുന്ന ഓരോ നിമിഷവും നിന്റെ പാപം വിട്ട് ഒഴിഞ്ഞു വന്നാൽ കർത്താവ് നമുക്ക് വേണ്ടി പണിയുന്ന കൊട്ടാരത്തിൽ നിനക്ക് ചെല്ലാൻ കഴിയും. ഹല്ലേലൂയ. നിങ്ങൾ ചിന്തിക്കണം കേട്ടോ. വെളിപ്പാട് ദിവസം 21:10 വായിക്കണം. കർത്താവ് ഒരുക്കുന്ന കൊട്ടാരത്തിന്റെ പണി അവിടെ കാണാൻ കഴിയും. ഭൂമിയിലെ ഒരു എഞ്ചിനീയർക്ക് ചെയ്യാൻ പറ്റത്തില്ല. പ്രൈസറോ. അപ്പൊ നമുക്ക് വേണ്ടി കർത്താവ് ഒരുക്കുന്ന പുതിയ യെരൂശലേമിൽ നീ എത്തണമെങ്കിൽ, സ്വന്തം നീ എത്തണം. നിന്റെ ഭവനത്തിലൂടെ നിന്റെ ജീവിതത്തിൽ നീ അടക്കം ചെല്ലണമെങ്കിൽ പാപത്തെ ഏറ്റുപറയണം. പ്രൈസറോ. മുഴകാലും മടക്കി മുട്ടുമേൽ നിന്ന് പ്രാർത്ഥിക്കണം. ദൈവത്തിന് സ്തോത്രം. ഹല്ലേലൂയ. അതുകൊണ്ട് എനിക്ക് കേൾക്കുന്ന നമ്മുടെ കർത്താവ് അല്ലെങ്കിൽ നമ്മുടെ ദീർഘക്ഷമയുള്ളവനാണ്. ഇവിടെ മോശയുടെ അപേക്ഷയെ കേട്ട ദൈവം ഉടനെ മനസ്സലിഞ്ഞു. അതിന് അല്ലയ്യ ദൈവസ്നേഹിയ സാഷ്ടാംഗം വീണ് കെട്ടെന്ന് പ്രാർത്ഥിക്കുന്നതൊക്കെ കാണാൻ കഴിയും. അപ്പൊ മോശ ഇതൊക്കെ പറഞ്ഞ് പ്രാർത്ഥിച്ച് ദൈവത്തിന് ഇടിവി നിന്നു. ആ മോശയുടെ പ്രാർത്ഥന കേട്ട് കഴിഞ്ഞപ്പോൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 20-ാമത്തെ വാക്യത്തിലേക്ക് വരുമ്പോൾ കാണുന്നുണ്ട്, രാത്രി മുഴുവനും മിസ്രയീമിന്റെ സൈന്യവും അല്ലേലിയ സ്തോത്രം ഇസ്രായേലിന്റെ സൈന്യവും തമ്മിൽ അടുക്കാതെ വണ്ണം അത് അവരുടെ മധ്യേ വന്നു. അവർക്കും മേഘവും അന്ധകാരവുമായിരുന്നു, ഇവർക്കോ രാത്രിയെ പ്രകാശമാക്കി കൊടുത്തു എന്ന് അവിടെ നമുക്ക് കാണാൻ കഴിയും. ഹല്ലേലൂയ. അത് എന്നെ കേൾക്കുന്ന പ്രശ്നത്തിൽ കർത്താവ് അവിടെ നിസ്രാജനത്തെ വിടിവിച്ച് കൊണ്ടുവന്നു. ഹല്ലേലൂയ. അവർക്ക് അല്ലെങ്കിൽ ദൈവിക സമാധാനത്തെ കൊടുത്തു. സ്തോത്രം.
വീണ്ടും നമ്മൾ പുറപ്പാട് അല്ലെങ്കിൽ സംഖ്യാപുസ്തകത്തിലേക്ക് വരും കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 14:20 നമ്മൾ വായിക്കുമ്പോൾ കാണുന്നുണ്ട്, അതിന് യഹോവ അരുളി ചെയ്തത്, നിന്റെ അപേക്ഷ പ്രകാരം ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. ഹല്ലേലൂയ. അപ്പൊ മോശ ഇടിയിൽ നിന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എന്ത് ചെയ്തു? കർത്താവ് പറയാണ്, നിന്റെ അപേക്ഷ പ്രകാരം, ഹല്ലേലൂയ, നിന്റെ അപേക്ഷ ഞാൻ ക്ഷമിച്ചിരിക്കുന്നു. എങ്കിലും എങ്കിലും എന്നാണ് ഭൂമിയെല്ലാം യഹോവയുടെ തേജസ് കൊണ്ട് നിറഞ്ഞിരിക്കും. എന്റെ തേജസ് മിസ്രൈമിലും മരുഭൂമിയിലും വെച്ച് ഞാൻ ചെയ്ത അടയാളങ്ങൾ കണ്ടിട്ടുള്ള പുരുഷന്മാർ എല്ലാവരും ഇപ്പോൾ 10 പ്രാവശ്യം എന്നെ പരീക്ഷിക്കുകയും എന്റെ വാക്ക് കൂട്ടാക്കാതിരിക്കുകയും ചെയ്തതുകൊണ്ട് അവരുടെ പിതാക്കന്മാരോട് ഞാൻ സത്യം ചെയ്തിട്ടുള്ള ദേശം അവർ കാണുകയില്ല. എന്നെ നിരസിച്ചവർ ആരും അതിൽ കടക്കയില്ല. കണ്ടോ? മിസ്രയിൽ നിന്ന് പുറപ്പെടുവിച്ചുകൊണ്ട് നിസ്സാജനത്തിന് ഇത്രമാത്രം അത്ഭുതങ്ങൾ ചെയ്ത് അടയാളങ്ങൾ ചെയ്ത് അവരെ നടത്തിയ ദൈവത്തിന്റെ വാക്ക്, ഹല്ലേലൂയ, അവരുടെ പിതാക്കന്മാരോട് ചെയ്തിട്ടുള്ള അത് ദേശം അവർ കാണയില്ലെന്ന്. അവിടെ മത്സരമുഖാന്തരം പിതാക്കന്മാരുടെ സത്യം ചെയ്ത ദേശം അവർ കാണുകയില്ല. അവർ ദൈവത്തെ നിരസിച്ചതുകൊണ്ട് ആരും അതിൽ കടക്കയില്ലെന്ന്. എന്നെ കേൾക്കുന്ന മാതാപിതാവേ, പിതാക്കന്മാരോട് ദൈവം വാഗ്ദത്തം ചെയ്ത് പുതിയ സഭയുടെ ദൈവം വാഗ്ദത്തം സ്വർഗീയ ഇസ്ലാമിൽ പ്രവേശിക്കണമെങ്കിൽ നീ ദൈവത്തെ നിരസിച്ച് പാപം ചെയ്ത് ജീവിക്കുന്നെങ്കിൽ നീ അതിൽ കടക്കത്തില്ല. ദൈവരാജ്യത്തിൽ കടക്കാൻ നിനക്ക് കഴിയില്ല. അതുകൊണ്ടാണ് വചനം നമ്മൾ വായിക്കുമ്പോൾ യെഹെസ്കേൽ പ്രവാചകൻ ആമേൻ എഴുതി വെച്ചത് ഇങ്ങനെ, ഞാൻ ദേശത്തെ നശിപ്പിക്കാതെ വണ്ണം, ഹല്ലേലൂയ, സ്തോത്രം, അതിനും മതിൽ കെട്ടി എന്റെ മുമ്പാകെ ഇടിമി നിൽക്കേണ്ടതിന് ഒരു പുരുഷനെ ഞാൻ അവരുടെ ഇടയിൽ അന്വേഷിച്ചു, ആരെയും കണ്ടില്ല താനും. ആകയാൽ ഞാൻ എന്റെ ക്രോധം അവരുടെ മേൽ പകർന്ന് എന്റെ കോപാഗ്നി കൊണ്ട് അവരെ മുടിച്ചു കളഞ്ഞിരിക്കുന്നു. അവരുടെ നടപ്പിന് തക്കവണ്ണം ഞാൻ അവർക്ക് പകരം കൊടുത്തിരിക്കുന്നു എന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്. മാനസാന്തരപ്പെട്ട് മടങ്ങി വരണം കേട്ടോ. അതുകൊണ്ട് ദേശം മുഴുവൻ പാപം പെരുകി, കുടുംബം മുഴുവൻ പാപം പെരുകിയിരിക്കുമ്പോൾ കുടുംബത്തിന് വേണ്ടി, സമൂഹത്തിന്, രാജ്യത്തിന്റെ രാഷ്ട്രീയ അധികാര വർഗങ്ങൾക്ക് വേണ്ടി, ഭരണ സംവിധാനങ്ങൾക്ക് വേണ്ടി, നേതാക്കന്മാർക്ക്, മതങ്ങൾക്ക് വേണ്ടി, ദൈവസഭയ്ക്ക് വേണ്ടി ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കുവാൻ ദൈവം തന്നെ തിരയുക. നമുക്ക് നേർപ്പിച്ചു കൊടുക്കാൻ കഴിയുന്ന കർത്താവേ, എന്നെ അടിയനെ ഇതാ സമർപ്പിക്കുന്നു. ദേശത്തിന്റെ പാപത്തിന് ബതിക്കെട്ടിട്ട് ഇരുപ്പാൻ എന്നെ സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞതിനോടൊപ്പം പ്രാർത്ഥിച്ചാണ്. പരിശുദ്ധ ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗ്ഗ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായി കേരളം, ഭാരതം, ലോക രാജ്യം മുഴുവൻ പാപത്തം ത്രയപ്പെട്ട് കർത്താവ് ദൈവഹിതമല്ലാത്ത ദൈവം അറയ്ക്കുന്ന പാപത്തിലൂടെ ജനം കടന്നു പോകുമ്പോൾ ദൈവത്തിന്റെ കോപത്തിന്റെ ക്രോധാഗ്നി കർത്താവ് ജനത്തിന് വേണ്ടി വരും മുമ്പേ കർത്താവ് ജനം ദൈവസഭയിൽ ജീവിതം പ്രാർത്ഥിക്കുവാണ്ടയാകണമേ. കർത്താവ് കുടുംബത്തിനകത്തോട്ട് സകല ജനങ്ങൾ പാപത്തിന്റെ വശീകരണത്തിൽ വീണ് ദൈവമായി യാതൊരു ബന്ധമില്ല സാത്താന്റെ ഇംഗിതങ്ങൾക്കനുസരിച്ച് സാത്താന്റെ ഇഷ്ടത്തിൽ ജീവിക്കുന്നു. ആമീൻ. ദൈവം വെറുക്കുന്ന പാപത്തിലൂടെ ഈ ഞങ്ങളുടെ രാജ്യം, രാഷ്ട്രങ്ങൾ കടന്നു പോകുമ്പോൾ എല്ലാ ഭരണ സംവിധാനങ്ങളും അധികാരങ്ങളും കടന്നു പോകും. ദൈവം ജനത്തിന് വിടുതൽ കൊടുക്കണം, മോചനം കൊടുക്കണമേ. പാപത്തിന്റെ വശീകരണത്തിനകത്ത് വീണ് കിടക്കുന്ന കോടാനുകൂടി ജനത്തെ ഇന്ന് പകൽ കർത്താവെ വിടുവിക്കണമേ. കർത്താവ് ഒരു മനസ്സാന്തരത്തെ കൊടുക്കണമേ. ുള്ള കർത്താവിന്റെ വിധി നീക്കി ആ നിത്യത്തിലേക്ക് അവർക്ക് പ്രവേശിക്കത്തക്കതേയില്ല. അവരുടെ ഉള്ളിൽ ദൈവത്തിന്റെ ആത്മാവ് ഇടപെടുവാൻ ദൈവരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവമക്കളെ, ദൈവദാസന്മാരെ ഓർക്കുന്നു, പാപത്തെ വിട്ട് മടങ്ങുമെന്ന് മാനസാന്തരപ്പെട്ട് കർത്താവിന് വേണ്ടി ഇടിവിന്ന് പ്രാർത്ഥിക്കുന്നവരെ തീരുമാനയാകണം. സകലമുഖത്ത് എടുക്കണം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ, ആമേൻ.